ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ ആരായിരിക്കും? അതാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളത്. കാരണം ഇതുവരെയുള്ള ബിഗ് ബോസിൽ വിന്നർ ആരാന്നുള്ളത് നമുക്ക് എന്തായാലും ഒരു 80% എങ്കിലും നമുക്ക് അറിയാവുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ സീസണിൽ ഒട്ടും തന്നെ 50-50 ആയിട്ട് അനീഷ് ഒരു അനുമോൾ അങ്ങനെ അത്രത്തോളം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന ഒരു സീസണാണിത്. പക്ഷേ ഒരു 10 ദിവസം മുമ്പ് വരെ അനീഷ് വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു 10 ദിവസം മുമ്പ്. അതിൽ അനീഷ് നല്ല രീതിയിൽ ലീഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇന്നലെ ഒരു പോൾ ഇട്ടപ്പം അതൊക്കെ ഒരു 2 lakhs അറൗണ്ട് 2 lakhs ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ള പോളുകളാണ്. അപ്പോൾ അതിലൊക്കെ അനീഷിൻ്റെ വോട്ട് ഫുള്ള് പോയിട്ട് അനു ഭയങ്കരമായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം റീ എൻട്രിയിൽ വന്നിട്ട് ഇപ്പം പല ആളുകൾക്കും അനുമോൾ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം അനുമോളുടെ കോണ്ടൻറ്റ് പറയുന്നത് ഒട്ടും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര സദാചാരം അങ്ങനത്തെ പല രീതിയിലുള്ള എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ അനുമോൾ പിന്നീട് അനുമോൾ എല്ലാവരും PR എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കോർണർ ചെയ്ത് ഫുൾ ഓഫ് അനുമോളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. അനീഷിന് പിന്നെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ വലിയ കണ്ടൻറ്റൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. അനുമോളെ മാത്രം കോർണർ ചെയ്തിട്ട് ആൾക്ക് റീ എൻട്രി ചെയ്തവരും അനുമോളെ കോർണർ അങ്ങനെ അനുമോളെ ഇപ്പോൾ ലീഡിങ് ആയിട്ട് ഇപ്പം ഏത് പോളെടുത്താലും അനുമോളായിരിക്കും. ഇപ്പം കുറച്ചൊക്കെ ഒരു 1 lakhന് മുകൾക്കുള്ള ഏത് പോളിലായാലും അനുമോൾ തന്നെ ആയിരിക്കും മുമ്പോട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ വിന്നറാവുന്നത് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഇപ്പോൾ പോളിലൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആരായിരിക്കും ആവാൻ സാധ്യത എന്നുള്ളത്. പിന്നെ വിന്നർ ആരായാലും അത് ഇന്നത്തോടെ ഈ ഗെയിം കഴിഞ്ഞു. അനുമോൾ വിന്നറായാലും അതൊരിക്കലും ഡിസേർവിങ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നത് കേട്ടു. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് സിമ്പതി കൊണ്ട് തന്നെയാണ് കൂടുതൽ വോട്ടും അനുമോൾക്ക് പോയത്. കാരണം അനുമോൾ ലാസ്റ്റ് ഡേയ്സിലൊക്കെ അനുമോളെന്ന് പറഞ്ഞാൽ എല്ലാവരും കോർണർ ചെയ്യുക. കാരണം ഈ മറ്റുള്ള മത്സരാർത്ഥികൾക്കൊന്നും ഒട്ടും ബോധമില്ലെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു മത്സരാർത്ഥിയെ വെച്ച് മാത്രം കുറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് മലയാളികളാണ് വോട്ട് കൊടുക്കും. ഇത് ഡിസേർവിങ് അല്ല എന്ന് പറയാൻ പറ്റില്ല. PR കൊണ്ട് ഒരാൾക്ക് വിന്നറാവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിൻ്റെ മെയിൻ കാരണം അനീഷിന് നല്ല രീതിയിൽ വോട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഒരു 10 ദിവസം മുമ്പ് വരെ. ഈ റീ എൻട്രിക്ക് ശേഷമാണ് അനീഷിൻ്റെ ലീഡിങ് കുറഞ്ഞു പോയത് ഈ റീ എൻട്രിക്ക് ശേഷമാണ്. എന്തായാലും 2 പേരും ഡിസേർവിങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രാൻഡ് ഫിനാലയിൽ നമുക്ക് കാണാം ആരായിരിക്കും കപ്പ് ഉയർത്തുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരും വിചാരിക്കുന്ന ആൾ തന്നെയായിരിക്കും കപ്പ് ഉയർത്തുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാവും ആരായിരിക്കും വിന്നറാകാൻ പോകുന്നത് എന്നുള്ളത്. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഏത് സീസണിലായാലും സോഷ്യൽ മീഡിയ പോളുകൾ അനുസരിച്ച് തന്നെയാണ് വിന്നർ ഉണ്ടാവാറുള്ളത്. അതിപ്പോൾ വേറൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരാൾക്കൊന്നും വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു.